योऽन्तः प्रविश्य मम वाचमिमां प्रसुप्तां सञ्जीवयत्यखिलशक्तिधरस्वधाम्ना अन्यांश हस्तचरणश्रवणत्वगादीन् प्राणान्नमो भगवते पुरुषाय तुभ्यम्. ഏത് രാജ്യത്തിലായാലും ശരി, ഏത് തലത്തിലായാലും ശരി, ഓരോരുത്തരും സുഖത്തിനു വേണ്ടിയിട്ട് തൃപ്തിക്ക് വേണ്ടിയിട്ട് അനവരതം പ്രയത്നിച്ചുകൊണ്ടേയിരിക്കണം. എന്ത് ചെയ്യുകയാണെങ്കിലും അതിനു വേണ്ടിയിട്ടാണ്. എല്ലാ കാലത്തും. എന്നാൽ നമ്മൾ ഇത്രയൊക്കെ തന്നെ പുരോഗമിച്ചിട്ടും എന്തൊക്കെ തന്നെ നേടിയെടുത്തിട്ടും അധികം പേരെയൊന്നും കാണാനില്ല. ഞാൻ വളരെ സുഖമായിട്ടിരിക്കുന്നു, പരിപൂർണമായും തൃപ്തിയുണ്ട്, ഇനി എനിക്കൊന്നും വേണ്ട, സന്തോഷമായി, എന്റെ ജീവിതം ധന്യമായി എന്ന് നെഞ്ചു തൊട്ടു പറയുന്നവര്, ഹൃദയത്തിൽ നിന്ന് പറയുന്നവരെ കാണാനില്ല. വളരെ വിരളം, വളരെ വളരെ വിരളമായിട്ട് അത് തന്നെ ഒരു ആശ്ചര്യ വസ്തുവായിട്ട് അവിടെ കണ്ടേക്കാം. പക്ഷെ ബഹുഭൂരിപക്ഷം ജനങ്ങളും ഈ യാത്രയിൽ കിട്ടേണ്ടത് കിട്ടാതെ വിഷമിക്കുന്നതായിട്ടാണ് കാണുന്നത്. എല്ലാവരുടെയും ചോദ്യമാണത്. ഭാഗവതത്തിൽ വിതുരൻ മൈത്രേയ മഹർഷിയോട് ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യം, വേറെ എന്തെങ്കിലുമൊക്കെ ചോദിക്കായിരുന്നു. ജീവിതം മുഴുവൻ ഹസ്തനാപുരത്തിന്റെ മന്ത്രിയായിട്ട് ജീവിച്ച ആള്, എത്രയോ രാജാക്കന്മാരെ കണ്ട ആള്, എത്രയോ സാധാരണ ജനങ്ങളെ കണ്ട ആള്, അദ്ദേഹം പോലും ചോദിക്കുന്നത്, ഭഗവാനെ, വിരോധാഭാസം, ഈ ലോകത്തിൽ കാണുന്ന ഒരു വിചിത്രമായ ഒരു സത്യമാണത്. സുഖായ കർമാണി കരോതി ലോകഃ നതൈഹി സുഖം വാ അന്യദുപാരമം വാ വിന്ദേത ഭൂയഃ തതയേവ ദുഃഖം യതത്ര യുക്തം ഭഗവാൻ വദേന്നഃ. സുഖായ കർമാണി കരോതി ലോകഃ, ലോകത്തെ എല്ലാ ജന്തുക്കളും സുഖത്തിനായിട്ട് കർമ്മം ചെയ്യണു, പ്രവർത്തിക്കണു, അനുസ്യൂതം. സുഖം എങ്ങനെ? ദുഃഖം വരാതെ ഇരിക്കണം, നിരന്തരം സുഖം വരണം എന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. അനുസ്യൂതം പ്രവൃത്തി അതിനു വേണ്ടിയിട്ടാണ്. പക്ഷേ ആ സുഖമാവട്ടെ കവിതയിലും കഥകളിലും ഒക്കെ കാണുന്നുള്ളൂ. കഥയൊക്കെ എഴുതും, രണ്ടുപേര് കുറെ കഥകളൊക്കെ വർണ്ണിച്ച് അവസാനം രണ്ടുപേര് വിവാഹം കഴിച്ചു, സുഖമായിട്ടിരുന്നു എന്ന് കഥ പൂർത്തിയാക്കും. പക്ഷെ അനുഭവമുള്ളവർക്ക് അറിയാം ഇനിയേ കഥ ആരംഭിക്കാൻ പോണുള്ളൂ എന്ന്. അപ്പോ സുഖം അഥവാ പൂർണ്ണതൃപ്തി, പരിപൂർണ തൃപ്തി, അങ്ങനെ ഒന്നും ഉണ്ടോ? ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയണു, യത് ലബ്ധ്വാച അപരം ലാഭം മന്യതേന അധികം തതഃ യസ്മിൻ സ്ഥിതോ ന ദുഃഖേന ഗുരുണാപി വിചാല്യത്തെ തം വിദ്യാത് ദുഃഖ സംയോഗ വിയോഗം യോഗ സംജ്ഞിതം സ നിശ്ചയേന യോക്തവ്യഃ യോഗഃ അനിർവിണ്ണ ചേതസാ. ഏതൊന്നു കിട്ടിയാലാണോ, ഏത് ലബ്ധ്വ,
ഏതോ ഒരവസ്ഥയിൽ എത്തിയാലാണോ വേറെ എന്തൊക്കെ തന്നെ കൊണ്ടു കൊടുത്താലും അയാൾക്ക് വേണ്ട എന്ന് പറയാം. ഞാനിപ്പോ തന്നെ പൂർണ്ണ തൃപ്തനാണ്. നീ ചക്രവർത്തി പദമോ അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ട് ഇരുത്തിയേ, അല്ല ലോകത്തിനെ മുഴുവൻ ഒരു രാഷ്ട്രമാക്കിയിട്ട് അതിന്റെ ഒക്കെ പ്രസിഡന്റ് ആക്കിയിട്ട് ഒരാളെ ഇരുത്തിയേ ചെയ്താലും ശരി, വേണ്ട എന്ന് പറയാനുള്ള ഉള്ളിലുള്ള നിറവ് നീ അതിലേക്കൊന്നും ഒഴിക്കണ്ട. അത് പൂർണ്ണം. അതിൽ നിന്ന് കഴിഞ്ഞാൽ ഇനിയിപ്പോ ലോകപ്രപഞ്ചത്തിൽ എന്തൊക്കെ തന്നെ ദുഃഖം സംഭവിച്ചാലും, 3 തരം ദുഃഖങ്ങളാണ് പറയണത്. ഒന്ന് ബാഹ്യ ലോകത്തു നിന്ന് വരുന്ന ദുഃഖം, നമ്മളുടെ കയ്യിലില്ലാതെ മഴ പെയ്യാതിരിക്കുക, ഒരുപാട് മഴ പെയ്യുക, ചൂട് കൂടുക, ഇതിനൊന്നും കൺട്രോളിംഗ് മെക്കാനിസം നമ്മളുടെ കയ്യിലില്ല. ഗവൺമെന്റ് നമ്മളെ ദ്രോഹിക്കുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുക, ഇതൊക്കെ ബാഹ്യപ്രപഞ്ചം. മറ്റുള്ളവരാരെങ്കിലും നമ്മളെ ദ്രോഹിക്കുക. ഇനിയിപ്പോ നമ്മളുടെ ശരീരത്തിൽ നിന്ന് തന്നെ വരുന്ന ദുഃഖങ്ങളുണ്ട്, വ്യാധി, അംഗവൈകല്യം, ഇതൊക്കെ തന്നെ. അതും ട്രീറ്റ് ചെയ്ത് നോക്കാം, ചികിത്സിച്ച് നോക്കാം, അത്രയേ പറ്റുള്ളൂ. മാറും ഗുണമാവും ഒന്നും പറയാൻ പറ്റില്ല. മാനസിക ദുഃഖങ്ങള് രാഗം, ദ്വേഷം, കാമം, ക്രോധം മുതലായിട്ടുള്ളത്, അഹങ്കാരം, ഇതുകൊണ്ടൊക്കെയുള്ള വിഷമങ്ങൾ, ഈ 3 ദുഃഖത്തിനും പരിഹാരം അതിനെയാണ് ഇവിടെ പറഞ്ഞത്. അതിൽ നിന്ന് കഴിഞ്ഞാൽ ആ ഏതോ ഒന്ന്, ആ പരിപൂർണതയിൽ നിന്ന് കഴിഞ്ഞാൽ ദുഃഖേന ഗുരുണാപി ന വിചാല്യത. എത്ര വലിയ ദുഃഖം വന്നാലും ശരി, എത്ര വലിയ വിഷമം വന്നാലും ശരി, പർവ്വതം, കൊടുങ്കാറ്റടിച്ചത് കൊണ്ട് പർവ്വതം ചലിക്കില്ല. അതുപോലെ മേരോരിവ സ്ഥിതി എന്നാണ്, മേരുപർവ്വതം പോലെയുള്ള സ്ഥിതി. ദുഃഖം ജീവിതത്തില് വരും, അത് ആർക്കും ഒഴിവാക്കാൻ പറ്റില്ല. ഈ 3 ദുഃഖങ്ങളും എല്ലാവർക്കും വരും. അത് ലോകത്തിൽ എവിടെ ജനിച്ചാലും മനുഷ്യനൊക്കെ ഒന്നാണ്. ഇവിടെ ശരീരത്തെ കളറ്, തോലിന്റെ കളറ് വേണമെങ്കിൽ വ്യത്യാസം ഉണ്ടാവും, പുറമേക്ക് ആചാരങ്ങൾ വേണമെങ്കിൽ വ്യത്യാസം ഉണ്ടാവും, പക്ഷെ ഒക്കെ ഒന്ന്. ഈ ദുഃഖങ്ങളുടെ കാര്യത്തിൽ എല്ലാവരും ഒന്ന്, ശരീരത്തിന്റെ കാര്യത്തിലും എല്ലാവരും ഒന്ന്, ആത്മാവിന്റെ കാര്യത്തിലും എല്ലാവരും ഒന്ന്. വെറും കൽപ്പന മാത്രമാണ് അവൻ വേറെ ഇവൻ വേറെ ഒക്കെ തോന്നണത്. ശരീരത്തിന്റെ തലത്തില്, മനസ്സിന്റെ തലത്തില് വെറുതെ ഭേദബുദ്ധി ഉണ്ടാക്കണോ, അത്രയേ ഉള്ളൂ. തമിഴിൽ ഒരു സിദ്ധന്റെ ഒരു പാട്ടുണ്ട്, ഒരു വൈഷ്ണവനും ശൈവനും കൂടെ ശണ്ഠ, രണ്ടുപേരുമാ ചണ്ട പൊട്ടുക്കറ. சிவன் பெரிசா, விஷ்ணு பெரிசான்னு சண்டை போட்டுக்கிறான். இந்த சித்தர் வேடிக்கையா பார்த்துட்டு இருக்கார். அதுக்கப்புறம் 2 பேருமா படுத்துன்னு தூங்குறான். 2 പേരും ഈ വൈഷ്ണവനും ശൈവനും ഒരു സത്രത്തിൽ കിടന്ന് സുഖമായിട്ട് ഉറങ്ങാൻ. ഈ സിദ്ധൻ ഇവരുടെ 2 പേരുടെയും നടുവിൽ ചെന്ന് ഇരിക്കുക. 2 പേരും കൂർക്കം വലിച്ചുറങ്ങുന്നുണ്ട്. അപ്പൊ സിദ്ധൻ പറയാണ്, വൈണവനും ശൈവനും കൊരട്ട വിട്ട് തൂങ്കയിൽ. ഈ വൈഷ്ണവനും ശൈവനും കൂർക്കം വലിച്ച് ഉറങ്ങുമ്പോ ഈ ശണ്ടയും ഭേദബുദ്ധിയും ഒക്കെ എവിടെ പോയി? 2 പേരുടെയും ഉറക്കം ഒരേപോലെ. ഉറങ്ങിക്കഴിഞ്ഞപ്പോ ഉറക്കത്തിൽ വൈഷ്ണവനും ഇല്ല, ശൈവനും ഇല്ല. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഏതോ 2 രൂപത്തിനെ ഉണ്ടാക്കി വെച്ചിട്ട് ശണ്ട കൂടുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും. നട്ടക്കല്ലു പേശുമാ നാഥൻ ഉള്ളിരുക്കയിൽ சுற்றி வந்து മുണുമുണെന്ന് ചൊല്ലും മന്ത്രമേതടാ. ഒരു കല്ലിൽ വെച്ചിട്ട് ഇങ്ങനെ പ്രദക്ഷിണം വെച്ചുകൊണ്ട് എന്തോ മുണുമുണുന്ന് ഏതോ മന്ത്രം ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ അത് കണ്ടിട്ടാണ് സിദ്ധൻ ചോദിക്കുന്നത്, നട്ടക്കല്ലു പേശുമാ നാഥൻ ഉള്ളിരുക്കയിൽ സുറ്റി വന്ന് മുണുമുണെന്ന് ചൊല്ലും മന്ത്രമേതടാ. മന്ത്രമൊക്കെ പഠിച്ചിട്ടുണ്ട്. ചുട്ട ചട്ടി ചട്ടുകം കറിച്ചുവൈ അറിയുമോ.
നല്ല ചട്ടുകം കൊണ്ട് കറിയൊക്കെ ഉണ്ടാക്കാം, പക്ഷെ ചട്ടുകത്തിന് കറിയുടെ രുചിയൊന്നും അറിയില്ല. അതുപോലെ എന്തോ വായു കൊണ്ട് വീണു പറയണ്ട, അതിന്റെ രുചിയൊന്നും കണ്ടിട്ടില്ല എന്നാണ്. രുചി കണ്ടു കഴിഞ്ഞാൽ ഒന്നിലും ഒരു ഭേദമില്ല. ഭേദമൊക്കെ തന്നെ വെറും കാൽപ്പനികം. ശാരീരിക തലത്തിലും ഭേദമില്ല, മാനസിക തലത്തിലും ഭേദമില്ല. എല്ലാം ഒരേപോലെ, എല്ലാവരുടെയും പ്രോബ്ലംസും ഒരേപോലെ, പ്രശ്നങ്ങളും ഒരേപോലെ, സൃഷ്ടി ആരംഭിച്ച മുതൽ ഇന്നേ വരെ ഒരേപോലെ. കാലം കൊണ്ടും ഒന്നും മാറിയിട്ടില്ല. വാസ്തവത്തിൽ കലിയുഗം എന്നോ ത്രേതായുഗം എന്നോ ദ്വാപരയുഗം എന്നോ ഒക്കെ പറയണത് പോലും കാൽപ്പനികമാണ്. അതുപോലും മനുഷ്യന്റെ പ്രശ്നങ്ങളെ ഒന്നും കാര്യമായിട്ടൊന്നും മാറ്റിയിട്ടില്ല. എല്ലാ കാലത്തും ഈ പ്രശ്നങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. പ്രശ്നങ്ങൾ ഇതാണ്, ഉള്ളിലാണോ പ്രശ്നം, ചിത്തത്തിലാണോ പ്രശ്നം, പുറമേക്കല്ല. ഇതാണ് ബേസിക് ഫാക്ടർ. അപ്പോ ഈ ചിത്തത്തിന് ചികിത്സ ചെയ്യണം. പോട്ടെ, ചിത്തം, മനസ്സ്, ചിത്തം എന്ന് വെച്ചാൽ മനസ്സ്, എപ്പ അങ്ങനെ അറിഞ്ഞാൽ മതി. മനസ്സിലാണ് ഈ ഭേദബുദ്ധികൾ മുഴുവൻ തോന്നണത്. എല്ലാ മതങ്ങളും പറയണു മനസ്സിനെ അടക്കണമെന്നോ മനസ്സിനെ നിയന്ത്രിക്കണമെന്നോ മനസ്സിനെ ശാന്തമാക്കണം എന്നോ. അതിനുവേണ്ടി എല്ലാവരും പല മാർഗങ്ങളിലൂടെ കണഞ്ഞ് പരിശ്രമിച്ചും കൊണ്ടിരിക്കുന്നു. എത്ര മാർഗങ്ങളാണ്! യോഗ സാധനയായിട്ടും മെഡിറ്റേഷനായിട്ടും എന്തൊക്കെയോ ആയിരക്കണക്കിന് മാർഗങ്ങൾ. എന്നിട്ട് മനസ്സ് വഴങ്ങിത്തരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അത് വേറെ ഒരു സംസാരമായിട്ട് മാറും ചിലപ്പോ, അതിൻ്റെ ഉള്ളിൽ പെട്ടിട്ട്. അപ്പോ ഇതിനെവിടെയാ പരിഹാരം, എവിടെയാണ് ഇതിനൊരു പ്രായശ്ചിത്തം എന്ന് ചോദിച്ചാൽ അതിനാണ് ഇവിടെ ഋഷികൾ എത്രയോ ഉപനിഷത്തുകളില് ഈ പരമാത്മസത്യം പ്രകാശിപ്പിച്ചിരിക്കുന്നത്. ആത്മവിദ്യ, ജീവൻ തന്റെ യഥാർത്ഥ സ്വരൂപം അറിയുക. മനസ്സിനെ ഒന്നും ചെയ്യണ്ട, ശരീരത്തിനെ ഒന്നും ചെയ്യണ്ട, ബുദ്ധിയെ ഒന്നും ചെയ്യണ്ട. ഈ ശരീരം, മനസ്സ്, ബുദ്ധി ഇതൊക്കെ തന്നെ ജഡമാണ്, ജഡപദാർത്ഥങ്ങളാണ്. ഇതിനൊന്നും ചൈതന്യമില്ല. ശരീരം ഒരിക്കലും ഞാൻ എന്ന് പറയണില്ല. ശരീരം വെറും ജഡം. ശരീരത്തിന്റെ ഉള്ളിലിരുന്ന് മറ്റെന്തോ ആണ് ഞാൻ എന്ന് സ്ഫുരിക്കണത്. ഈ കൈ മാത്രമായിട്ട് ആംപ്യൂട്ട് ചെയ്ത് വേറെ എടുത്താൽ ഈ കൈ ഞാൻ എന്നൊന്നും പറയില്ല. കാലിനെ മാത്രമായിട്ട് ആംപ്യൂട്ട് ചെയ്ത് വേറെ എടുത്താൽ ഈ കാല് ഞാൻ എന്നൊന്നും പറയില്ല. തലയെ മാത്രം വെട്ടിയെടുത്താൽ ഈ തല ഞാൻ എന്ന് പറയില്ല. ഇനിയിപ്പോ ഒരു ആശ്ചര്യം, ഒരുപക്ഷെ നമ്മൾക്ക് അനസ്തേഷ്യ കൊടുത്തിട്ട് കുറച്ച് നമ്മളുടെ കയ്യോ കാലോ ഒക്കെ ആംപ്യൂട്ട് ചെയ്ത് എടുത്ത് അതിന്റെ വേദന മാറുന്ന ഘട്ടം കഴിഞ്ഞിട്ടാണ് നമുക്ക് ബോധം വരണത് എന്ന് വെച്ചാൽ, വേദനയൊക്കെ മാറിക്കഴിഞ്ഞു എന്നിട്ടാണ് നമുക്ക് പ്രജ്ഞ വരണതെന്ന് വെച്ചാൽ, ലൈറ്റ് ഇടാതെ ഇരുട്ട് മുറിയിൽ തന്നെ കിടത്തിയാൽ ഒരു പക്ഷെ നമുക്ക് കയ്യോ കാലോ ഇല്ല എന്നുള്ളത് പോലും അറിയില്ല. അത്രയേ നമുക്ക് അതുമായിട്ട് ബന്ധമുള്ളൂ. കയ്യോ കാലോ എടുത്തു കഴിഞ്ഞു എന്നുള്ളത് പോലും നമുക്കറിയില്ല. കാരണം ഞാൻ എന്നുള്ള ഒരു പരിപൂർണ വസ്തു ഓരോരുത്തരുടെയും സ്വരൂപമായി അത് പൂർണ്ണമായി പ്രകാശിച്ചുകൊണ്ടിരിക്കണം. അത് ശരീരവുമായി അതിന് യാതൊരു വിധത്തിലും അതിന് ബന്ധമില്ല. അത് സ്വതന്ത്രമായ ഒരു പൊരുൾ. എല്ലാവരും ഞാൻ എന്ന് പറയണ്ടല്ലോ. അത് സ്വതന്ത്രമായ ഒരു പൊരുൾ.
ഹൃദയകുഹരമധ്യേ കേവലം ബ്രഹ്മമാത്രം ഹ്യഹമഹമിതി സാക്ഷാത് ആത്മരൂപേണ ഭാതി. ഹൃദയകുഹരമധ്യേ, ഹൃദയമാവുന്ന ഒരു ഗുഹ, ആ ഗുഹയില് ഒരു പരിപൂർണമായ പൊരുൾ ഞാൻ 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 എന്ന് സ്ഫുരിച്ചുകൊണ്ടിരിക്കുന്നു. അതിനെ മറനീക്കി അനുഭവിക്കാം. നമ്മളുടെ ബാക്കിയുള്ളതൊക്കെ ഇപ്പൊ ജപം ചെയ്യുന്നു, ധ്യാനം ചെയ്യുന്നു, ഒക്കെ തന്നെ മറനീക്കാനുള്ള പരിശ്രമമാണ്. മറനീക്കി ഈ ബോധത്തിനെ അനുഭവിക്കാം. അതിനാണ് എല്ലാ സത്സംഗത്തിന്റെയും പ്രയോജനം. ജീവൻ സ്വയം തന്നെ കണ്ടെത്താൻ, തന്റെ യഥാർത്ഥ സ്വരൂപം എന്താണ് എന്ന് അനുഭവ ചക്ഷുസ്സുകൊണ്ട് കാണുക. അനുഭവം കൊണ്ട് കാണുക. അനുഭവം കൊണ്ട് കാണുക എന്ന് വെച്ചാൽ അനുഭവം സ്വയമേവ അനുഭവത്തിനെ അനുഭവം കൊണ്ട് അനുഭവിക്കുക. അനുഭവം എന്നുള്ളത് തന്നെ ആത്മാവിന്റെ സ്വരൂപമാണ്. ഈ മൈക്കിന് അനുഭവമില്ല. ഈ മൈക്കിന് സ്വയം ഞാനൊരു മൈക്കാണെന്ന് അറിയില്ല, അഥവാ അതിന്റെ ഉള്ളിൽ ഞാൻ എന്നൊരു ബോധമില്ല. അതുകൊണ്ട് ഈ മൈക്കിന്റെ മുമ്പിൽ ഞാൻ ഇരിക്കുന്നുണ്ടെന്ന് അറിയില്ല. നിങ്ങളെ ആരെയും ഈ മൈക്കിന് അറിയില്ല. പക്ഷേ എനിക്ക്, നിങ്ങൾക്ക് ഓരോരുത്തർക്കും അവനവൻ ഉണ്ട് എന്നറിയാം. അതുകൊണ്ട് മറ്റുള്ളവരൊക്കെ ഉണ്ടെന്നും അറിയാം. പ്രപഞ്ചത്തിനെ കാണുന്നു, അനുഭവിക്കുന്നു, ഒക്കെ ചെയ്യുന്നു. അപ്പൊ തന്റെ അസ്തിത്വം, തന്റെ இருப்பு நிலை அப்படின்னு சொல்றோமே, இருக்கேன்னு தெரியறதே, அது அஸ்தித்வம், எக்ஸிஸ்டன்ஸ். അത് പൂർണ്ണമായി നമ്മൾ ഓരോരുത്തരും അനുഭവിക്കണം. ആ അനുഭവം അത് സ്ത്രീയോ പുരുഷനോ ഒന്നുമല്ല, ബ്രാഹ്മണനോ ക്ഷത്രിയനോ ഒന്നുമല്ല. അതെന്താണ് എന്നൊന്ന് ആരാഞ്ഞു നോക്കിയാൽ, ഈ ഞാൻ എന്ന് പറയണത് എന്താണ് എന്ന് ആരാഞ്ഞു നോക്കിയാൽ, ഈ ഞാൻ 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 എന്നുള്ളിൽ സ്ഫുരിക്കണമല്ലോ. ഈ സ്ഫുരണയുടെ സ്വരൂപം എന്താണ്? ഇതാണ് എല്ലാ ശാസ്ത്രങ്ങളുടെയും ക്രീം, എസൻസ്. ഈ സ്ഫുരണയുടെ സ്വരൂപം എന്താണ്? ഞാൻ ആരാണ്? ഈ ശരീരത്തില് ഉള്ളിലിരുന്നു കൊണ്ട് അനേകം ചിന്തകൾ, അനേകം വിചാരങ്ങൾ, അനേകം വിഷമങ്ങൾ, ഇതൊക്കെ ആർക്കു വരണു? ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് ആരാണ് ഈ കണ്ണിലൂടെ കാണണത്, ചെവിയിലൂടെ കേൾക്കണത്, മൂക്കിലൂടെ മണക്കണത്, നാക്കിലൂടെ രുചിക്കണത്? ആരാണ് ഈ ശരീരത്തിനെ വിട്ടുപോയാൽ ഈ ശരീരം ജഡമാവണത് കൊണ്ടുപോയിട്ട് ശ്മശാനത്തിൽ കൊണ്ടുചെന്ന് കത്തിക്കണു? എത്ര ശരീരങ്ങൾ നമ്മളൊക്കെ കണ്ടിരിക്കണു അല്ലെ? മരിച്ച ശരീരം എത്ര ശരീരം കണ്ടിരിക്കണു. ഇവിടെയുള്ളവർ ആരും കാണാത്തവരുണ്ടാവില്ല. എത്രയോ ശവം കണ്ടിട്ടുണ്ടാവും. പക്ഷേ നമ്മൾ ചിന്തിക്കുന്നില്ല, ഇന്നലെ വരെ ഇതിൽ ആരുണ്ടായിരുന്നു? ഇതിനകത്തിരുന്നു കൊണ്ട് ആരാണ് നമ്മളോട് വികാരത്തോടുകൂടെ ബന്ധപ്പെട്ടുകൊണ്ടിരുന്നത്? അതിന്റെ ഉള്ളിലുണ്ടായിരുന്ന ആൾ ആരാണ്? ഇപ്പൊ എന്തു പറ്റി? ആ ശരീരം വെറും ജഡമായിട്ട് തീർന്നുവല്ലോ. അതേപോലെ തന്നെയാണ് ഈ ശരീരവും. ഇതിന് നാളെ അതേ അവസ്ഥയാണ് വരാൻ പോണത്. ജഡമായ ഈ ശരീരം, ഇതിനകത്ത് ഒരു ചൈതന്യം വർത്തിക്കുന്നു. ഭഗവാൻ രമണ മഹർഷിയോട് ഒരു ഭക്തൻ രാമകൃഷ്ണ പരമഹംസരുടെ ഒരു കഥ പറഞ്ഞിട്ട് ചോദിച്ചു. ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ കഥയില് രാമകൃഷ്ണ പരമഹംസർ ഒരു രാമന്റെ വിഗ്രഹത്തിനെ വെച്ച് പൂജിച്ചു, വെങ്കല പ്രതിമ. ആ പ്രതിമ രാമകൃഷ്ണ പരമഹംസരുടെ ഭക്തിക്ക് വഴങ്ങി ആ ബാലരാമൻ
രാമകൃഷ്ണ പരമഹംസരുടെ മുമ്പിൽ ഓടി നടന്നു, കളിച്ചു എന്നൊക്കെയാണ് കഥ. അപ്പൊ ഭഗവാൻ രമണ മഹർഷിയോട് ഈ ഭക്തൻ ചോദിച്ചു, ഭഗവാനെ ഇത് സത്യമാണോ എന്ന് ചോദിച്ചു. മഹർഷി ആദ്യം പറഞ്ഞു, അതെ, വളരെ ആശ്ചര്യമായിട്ടിരിക്കണമല്ലോ. അപ്പൊ മഹർഷി പറഞ്ഞു, ഇതിലെന്താ ആശ്ചര്യപ്പെടാനാ ഉള്ളത്? ഈ ശരീരം എഴുന്നേറ്റ് നടക്കണില്ലേ, ഈ ശരീരം വ്യവഹരിക്കണില്ലേ, ഈ ശരീരം പലതും വർത്തമാനം പറയണില്ലേ, ഇതിൽ നിങ്ങൾക്ക് ആശ്ചര്യം തോന്നണില്ലേ? ആ ഭക്തന് മനസ്സിലായില്ലേ. അയാൾ ചോദിച്ചു, ഭഗവാനെ എന്നാലും ആ വെങ്കല പ്രതിമ എന്ന് പറയണത് ജഡമല്ലേ, ജഡം താനേ. അപ്പൊ മഹർഷി തിരിച്ചു ചോദിച്ചു, ഓഹോ, ഇത് മാത്രം ചൈതന്യമോ, ഇത് ജഡമല്ലവോ, ഈ ശരീരം ജഡമല്ലയോ? എന്നിട്ട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഒരുപക്ഷേ നിങ്ങൾക്ക് ഇപ്പൊ ഈ ശരീരം നടക്കുന്നതിലും വർത്തമാനം പറയണതിലും ഇരിക്കുന്നതിലൊന്നും ആശ്ചര്യം തോന്നുന്നില്ല. പക്ഷെ ഈ ശരീരം മരിച്ചു എന്ന് നമ്മളെ പറയുന്ന അവസ്ഥയുണ്ടല്ലോ, അത് കഴിഞ്ഞിട്ട് ശ്മശാനത്ത് കൊണ്ടുപോയി കത്തിക്കുന്നതിന് മുമ്പ് എഴുന്നേറ്റ് നടന്നാൽ വേണമെങ്കിൽ നമ്മൾ ആശ്ചര്യപ്പെടും. അപ്പൊ വേണമെങ്കിൽ എഴുന്നേറ്റ് വർത്തമാനം പറയുകയോ വികാരം പ്രകടിപ്പിക്കുകയോ ചെയ്താൽ ആശ്ചര്യപ്പെടും. ഇപ്പൊ ആശ്ചര്യപ്പെടുന്നില്ല. വാസ്തവത്തില് രണ്ടിനും വലിയ വ്യത്യാസമില്ല. ഇതും ജഡം, അതും ജഡം. ഈ ജഡം എഴുന്നേറ്റ് നടക്കുന്നതും വ്യവഹരിക്കുന്നതും വികാരപ്പെടുന്നതിനും ഒക്കെ ആശ്ചര്യപ്പെടണം. ഇതിനകത്ത് ഇരുന്ന് ആരാണ് ഇത്രയും ചലിപ്പിക്കണത്? യസ്യ സന്നിധി മാത്രേണ ദേഹേന്ദ്രിയ മനോധിയ വിഷയേഷു സ്വകീയേഷു വർത്തന്തേ പ്രേരിതാ ഇവ. വിവേക ചൂടാമണിയില് ശങ്കരാചാര്യസ്വാമികള് പറയുന്നതാണ്, യസ്യ സന്നിധി മാത്രേന, ആരുടെ സാന്നിധ്യം കൊണ്ട് മാത്രം ഈ ശരീരം, ഈ ദേഹം, അതിൽ ഇന്ദ്രിയങ്ങള്, അതിന്റെ പുറകിലൊരു മനസ്സ്, അതിന് പുറകിലൊരു ബ്രെയിൻ, ബുദ്ധി, ഇതൊക്കെ വ്യവഹരിച്ചുകൊണ്ടിരിക്കണം ഏതോ ഒരാളുടെ പ്രസൻസിൽ. അത് പോയാൽ ഇതൊക്കെ ജഡം. അതുള്ളപ്പോ, ശിവം ഉള്ളപ്പോ ഇതിനെയും നമ്മൾ ശിവമായിട്ട് കണക്കാക്കണം. ശിവം പോയാൽ ഇതൊക്കെ ശവമായി. ആ ശിവം, ആ ചേതന, ആ അവബോധം, അതാണ് ഉള്ളിലിരുന്ന് മനസ്സിന്റെ തലത്തിൽ ഞാൻ 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ അസ്തിത്വമാത്രമായ വസ്തുവാണ് ഇങ്ങനെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പൊന്തി വന്നുകൊണ്ടിരിക്കണം. ഇപ്പൊ വെള്ളത്തിൽ, കുളത്തിൽ ചെന്ന് മുങ്ങിയാൽ ഇടയ്ക്കിടയ്ക്ക് മൂക്കിലൂടെ കാറ്റ് വരുമ്പോ കുമളകൾ പുറത്തു വരണ പോലെ, വെള്ളത്തിന്റെ മേലേക്ക് ഇങ്ങനെ ബബിൾസ് പൊന്തണ പോലെ ഉള്ളില് മുങ്ങിക്കിടക്കുന്ന ആള് പുറമേക്ക് വിടുന്ന ശ്വാസമാണ് ഈ ഞാൻ 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 എന്നിങ്ങനെ സ്ഫുരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഞാൻ എന്നുള്ളതിനെ, ഞാനിനെ പിടിച്ചാൽ യഥാർത്ഥമായ സ്വരൂപത്തിൽ ചെന്നെത്താം. തന്റെ യഥാർത്ഥ സ്വരൂപം എന്താണ്, താൻ ആരാണ് എന്നുള്ളത് പരിപൂർണമായും അനുഭവിക്കാനായിട്ട് ഈ പരിച്ഛിന്നമായ ഞാൻ 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 എന്നുള്ള വികാരത്തിനെ ഗ്രഹിക്കുക. അഹംഗ്രഹം എന്നാണ്. അഹങ്കാരത്തിനെ ഗ്രഹിക്കുക. അഹങ്കാരത്തിനെ നല്ലവണ്ണം ആരാഞ്ഞു നോക്കുക, വിശകലനം ചെയ്ത് നോക്കുക. അപ്പൊ അഹങ്കാരം പോയി അഹംബോധം പ്രകാശിക്കും. ഇപ്പൊ അഹങ്കാരമാണോ ഉള്ളത്, അത് മാറി 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 വന്നുകൊണ്ടിരിക്കണം. അഹങ്കാരം എന്ന് പറയുമ്പോ ഞാൻ നല്ലവണ്ണം പഠിച്ച ആളാണ്, ഞാൻ സ്ത്രീയാണ്, പുരുഷനാണ്, ഇങ്ങനെ പലവിധ ഭാവങ്ങൾ, പല സ്ഥാനമാനങ്ങൾ, ഇതിലൊക്കെ അഭിമാനത്തിനെയാണ് അഹങ്കാരം എന്ന് പറയുന്നത്. ഇതൊക്കെ തള്ളിക്കളഞ്ഞാൽ ജാതിനീതി കുലഗോത്രദൂരകം നാമരൂപ ഗുണദോഷവർജിതം ദേശകാല വിഷയാതിവർത്തിയത് ബ്രഹ്മതത്വമസി ഭാവയാത്മനി. ഓരോന്നായിട്ട് ജാതി, നീതി, കുല, ഗോത്ര, ദൂരകം, നാമരൂപ ഗുണദോഷവർജിതം. നാമരൂപങ്ങളൊക്കെ തള്ളിക്കളഞ്ഞാൽ ദേശകാല വിഷയ അതിവർത്തിയത്, ദേശകാലങ്ങളെയൊക്കെ തള്ളി മാറ്റിയാൽ ബ്രഹ്മതത്വമസി ഭാവയാത്മനി,
നിശ്ചലമായ ആ ബോധസത്യം, നിശ്ചലമായ ബോധം അനുഭവസ്വരൂപമായി ഹൃദയത്തിൽ പ്രകാശിക്കുന്നു. അനുഭവസ്വരൂപമായിട്ട്, കേവല അനുഭവസ്വരൂപം. ആ കേവലാനുഭവം വീണ്ടും പറയാം. ദയവ് ചെയ്ത് ബുദ്ധിയെ വിഷമിപ്പിച്ചത് മനസ്സിലാക്കാൻ ശ്രമിക്കണ്ട, കേട്ടുകൊണ്ടിരുന്നാൽ മതി. ബുദ്ധി കൊണ്ട് ഇത് പിടികിട്ടില്ല. എത്ര ബുദ്ധിശാലിയാണെങ്കിലും ഇപ്പൊ ഈ പറയണ കാര്യം വെറും ബ്രെയിൻ കൊണ്ട് പിടികിട്ടില്ല. അതുകൊണ്ട് ഇങ്ങനെ കേട്ടുകൊണ്ടിരുന്നാൽ വേറെ ഒരു മണ്ഡലത്തിൽ അങ്ങനെ ഗ്രഹിച്ചോളും, ക്രമേണ തെളിഞ്ഞോളും. അങ്ങനെ തെളിഞ്ഞാൽ മതി. അതിനെയാണ് നമ്മൾ കൃപാശക്തി എന്ന് പറയണത്. ഹൃദയമണ്ഡലം ഭഗവാൻ രമണ മഹർഷി പറയുന്ന ഒരു കാര്യമാണത്. മഹർഷി പറയണത്, ബുദ്ധിയോ മനസ്സോ ഒന്നുമല്ലാത്ത ഒരു മണ്ഡലം നമ്മളുടെ ഉള്ളിലുണ്ട്. അതിനെയാണ് ഹൃദയം എന്ന് ജ്ഞാനികൾ പറയണത്. ഹൃദയം എന്ന് വെച്ചാൽ രക്തം പമ്പ് ചെയ്യുന്ന ഹൃദയമല്ല, ജ്ഞാനാനുഭവം ഉണ്ടാവുന്ന ഹൃദയം. അതാണ് ഹൃദയകുഹര മധ്യേ എന്ന് പറഞ്ഞത്. ആ ഹൃദയം ഇടതുവശത്തുള്ള രക്തം ഓടിക്കുന്ന ഹൃദയമല്ല, വലതുവശത്താണ് എന്നാണ് പറയുക. അതായത് ആർദ്രമായ അനുഭവങ്ങളൊക്കെ ഉണ്ടാവുന്ന ഒരു മണ്ഡലം ഹൃത് അയം എന്നാണ്. ഹൃത് അയം, അയം ഹൃത് ആത്മാവിന്റെ സ്ഥാനമായിട്ടാണ്. ആധ്യാത്മികമായ കാര്യങ്ങളൊക്കെ അവിടുന്നാണ് നമുക്ക് മനസ്സിലാക്കിയെടുക്കേണ്ടത്. ആ മണ്ഡലം തുറക്കുമ്പോൾ, ആ മണ്ഡലം ചലിക്കാൻ തുടങ്ങുമ്പോൾ നമ്മളെ അറിയാതെ ഈ കാര്യങ്ങളൊക്കെ പിടികിട്ടും, എളുപ്പത്തിൽ പിടികിട്ടും. അപ്പൊ അതുവരെ കാത്തുകൊണ്ടിരിക്കുക, നിശ്ചലമായിട്ട് കാത്തുകൊണ്ടിരിക്കുക. മീന് പിടിക്കാനായിട്ട് രാമകൃഷ്ണ പരമഹംസർ പറയുന്ന ഉദാഹരണം അതാണ്. ധ്യാനം എന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ, മീൻ പിടിക്കാനിരിക്കുന്ന ഒരു കുട്ടിയെ കാണിച്ചുകൊണ്ട് ശ്രീരാമകൃഷ്ണദേവൻ പറയണതാണ്. രാമകൃഷ്ണ പരമഹംസരോട് ഒരാൾ ചോദിച്ചു, ധ്യാനം എന്ന് വെച്ചാൽ എന്താണ് എന്ന്. അപ്പോ ഒരു കുട്ടി ഗംഗയിൽ മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്നു. ആ കുട്ടിയെ കാണിച്ചു കൊടുത്ത് രാമകൃഷ്ണ പരമഹംസർ പറഞ്ഞു, ആ കുട്ടി ഇങ്ങനെ ആ തോട്ടി മറ്റേ ചൂണ്ട ഗംഗയിലിട്ടിട്ട് അനങ്ങാതിരിക്കുക. മീന് ആ ചൂണ്ട കടിച്ച ഉടനെ ആ ചൂണ്ട ഒന്ന് ഇളകി. അപ്പൊ ഒരു വലി വലിച്ചു. വലിച്ചപ്പോ വലിയൊരു മീന് കിട്ടി. അതുപോലെ സത്സംഗത്തിലിരിക്കുമ്പോ നിശ്ചലമായിട്ട് കേട്ടോണ്ടേയിരിക്കുമ്പോ എവിടെയെങ്കിലുമൊക്കെ ചൂണ്ടയിൽ കുടുങ്ങും മീൻ. അപ്പൊ ഒരു വലി വലിച്ചാൽ മതി, അപ്പൊ എടുത്താൽ മതി. അതുവരെ അങ്ങനെ അനങ്ങാതെ ഇരിക്കുക. കേട്ടുകൊണ്ടേയിരിക്കുമ്പോ എവിടെയെങ്കിലുമൊക്കെ അത് കുരുങ്ങും, വസ്തു വന്ന് കുരുങ്ങും, സത്യം അങ്ങനെ വന്ന് നിൽക്കും. ഒരു നിശ്ചല മനസ്സിൽ ഈ സത്യം പതുക്കെ തെളിഞ്ഞു കിട്ടും. അപ്പോ ഇതാണ് ഈ തത്വം, ആത്മതത്വം തെളിഞ്ഞു കിട്ടും തോറും അഹങ്കാരം ആ തത്വത്തിൽ അടങ്ങും. അപ്പോഴേ അഹങ്കാരം അടക്കാൻ പറ്റുള്ളൂ. അഹങ്കാരത്തിനെ മറ്റൊരു കർമ്മങ്ങൾ കൊണ്ടും അഹങ്കാരത്തിനെ ശോഷിപ്പിക്കാൻ കഴിയില്ല. ഈ അനന്തമായ ബോധം, നമ്മളുടെ യഥാർത്ഥ സ്വരൂപം, അത് തെളിയും തോറും അഹങ്കാരത്തിന് അവിടെ നിൽക്കാനേ പറ്റില്ല. ഇനി അഹങ്കാരം ഉണ്ടാക്കണം എന്ന് വെച്ചാൽ പോലും പറ്റില്ല. ആ അവസ്ഥയിൽ അഹങ്കാരം പോയി അഹംബോധം, പരിപൂർണമായ വസ്തു ആത്മാ പ്രകാശിക്കുന്നു. ആ ആത്മപ്രകാശം സൂര്യന് തുല്യം പ്രകാശിക്കും. ഭഗവാൻ ഗീതയിൽ പറയണു, ആദിത്യവത് ജ്ഞാനം പ്രകാശയതി തത്പരം. സൂര്യനെ പോലെ ഉള്ളില് എന്നുവെച്ചാൽ, സൂര്യനെ പോലെ എന്ന് വെച്ചാൽ നമ്മളുടെ മനസ്സ് ഉടനെ ഇമാജിനേഷനൊക്കെ തുടങ്ങും. സൂര്യനെ പോലെ അങ്ങനെ ചൂടോടുകൂടെ എന്നല്ല അർത്ഥം. ഉള്ളില് നല്ലവണ്ണം തെളിഞ്ഞു എന്നർത്ഥം. ചിത്തം ശുദ്ധമാവുമ്പോ യസ്യ അബ്ജനാഭ ചരണേഷണയോരു ഭക്ത്യ,
ചേതോമലാനി വിധമേത് ഗുണകർമ്മജാനി. ആ സമയത്ത് ചിത്തം ശുദ്ധമാവുമ്പോ സാക്ഷാത് യഥാമലദൃശോഹോ സവിതൃപ്രകാശ. ആത്മതത്വം എങ്ങനെ പ്രകാശിക്കുന്ന വെച്ചാൽ ശുദ്ധമായ കണ്ണുകൊണ്ട് സൂര്യന്റെ വെളിച്ചം കാണുന്ന പോലെ ആത്മാവിന്റെ വെളിച്ചത്തിനെ കാണുന്നു. അപ്പോ ഇതിനുള്ള ഏറ്റവും നല്ല മാർഗം എന്താണ്? അതാണ് നമ്മൾ ഇന്നലെ പറഞ്ഞു, സത്സംഗം. സത്സംഗത്തില് ഇത് സ്വയം അനുഭവിച്ചവരുടെ വാക്കുകളെ നമ്മൾ കേൾക്കുമ്പോഴും അത്തരം കൃതികളെ പഠിക്കുമ്പോഴും ഒക്കെ നമ്മളറിയാതെ ആ അവസ്ഥയിൽ കുറച്ചു നേരം എത്തി നിൽക്കും. എല്ലാവരുടെ ഉള്ളിലും ഇതുണ്ടേ. അതുകൊണ്ട് നമ്മൾ അറിയാതെ അവസ്ഥയിൽ ചെന്നെത്തി നിൽക്കും. അങ്ങനെയുള്ള ഒരു ഗംഭീരമായ കൃതിയാണ് ഈ അഷ്ടാമലകീയം. അഷ്ടാമലകീയം എന്ന് വെച്ചാൽ ഹസ്തം എന്ന് വെച്ചാൽ കൈ, കയ്യിൽ ആമലകം എന്ന് വെച്ചാൽ നെല്ലിക്ക. നെല്ലിക്ക കയ്യിലുള്ള പോലെ ഇപ്പൊ കയ്യിൽ ഒരു പഴം എന്ന് വെച്ചാൽ കൈയുടെ ഉള്ളിൽ ഒതുങ്ങിയെന്ന് അർത്ഥം. ഇവിടെ വെച്ചാൽ അങ്ങോട്ട് ഒതുങ്ങി. അതുപോലെ ഈ ആത്മതത്വം അനന്തമായ സമുദ്രത്തിനെ ഒരു ചെറിയ കുങ്കുമ ഡപ്പാവില് ഒതുക്കണ പോലെയാണ് പരമാത്മതത്വത്തിനെ ഉള്ളിൽ ഒതുക്കുക എന്ന് പറയുന്നത്. അത് സാധിക്കുമോ എന്ന് ചോദിച്ചാൽ പക്ഷെ അത് സാധിക്കും എന്നുള്ളതാണ് മറ്റൊരു ആശ്ചര്യം. അത് സാധിക്കും എന്നുള്ളതാണ് വേറെ ഒരു ആശ്ചര്യം. അങ്ങനെ സാധിച്ചെടുത്ത ആളാണ് ഹസ്താമലകൻ. ഇങ്ങനെ എത്രയോ ഹസ്താമലകന്മാര് നമ്മുടെ ഭാരതദേശത്തില് എത്രയോ പേര് ഉണ്ടായിരുന്നിരിക്കുന്നു, ഇപ്പോഴും ഉണ്ട്, ഇനിയും എത്രയോ പേര് ഉണ്ടാവാൻ പോണു. മനുഷ്യരാശി ഉള്ളത്തോളം കാലം ഈ ജ്ഞാനം ഉള്ളവരും ഇവിടെ ഉണ്ടാവും, എപ്പോഴും ഉണ്ട്. നമ്മൾ അറിയണില്ല, അത്രയേ ഉള്ളൂ. എല്ലാരെയും ഒന്നും പുറത്തേക്ക് അറിയില്ല. എല്ലാവർക്കും ഒന്നും ശങ്കരാചാര്യരെ പോലെയോ മറ്റോ പുറമേക്ക് പ്രചാരം ചെയ്യാനോ ദിഗ്വിജയം ചെയ്യാനോ ഉള്ള ഒരു നിയതി ഉണ്ടാവില്ല. പലരും ആരും അറിയാതെ അങ്ങോട്ട് ഈ സത്യം അറിഞ്ഞ് ആനന്ദമായി പോകും. ഭർതൃഹരി ഒരു ശ്ലോകത്തിൽ മനോഹരമായിട്ട് ചൊല്ലണു, ഈ സത്യത്തിനെ അറിഞ്ഞ് അതിനെ ധ്യാനിച്ചുകൊണ്ട് എവിടെയെങ്കിലും ഹിമാലയ ഗഹ്വരത്തില് ജ്ഞാനികള് രസമനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ധന്യാനാം ഗിരികന്ദരേഷു വസതാം ജ്യോതിഃപരം ധ്യായതാം ആനന്ദാശ്രുകണാൻ പിബന്തി ശകുനാഃ നിശങ്കമങ്കേശയാഃ. ഗിരികന്ദരേഷു, ഏതെങ്കിലും മലയിലുള്ള ഗുഹകളിൽ ഇരുന്നു കൊണ്ട് അവര് ആ ആത്മാനുഭവത്തിനെ അനുഭവിച്ചുകൊണ്ട് ധ്യാനിച്ചുകൊണ്ട് രസിച്ചുകൊണ്ടിരിക്കുമ്പോൾ കണ്ണിൽ നിന്ന് ആനന്ദ കണങ്ങളങ്ങനെ വീഴുമത്രേ. ആനന്ദാശ്രു. ആ ആനന്ദാശ്രു വീഴുമ്പോൾ അതിനൊരു മാധുര്യം ഉണ്ടാവുമെന്നാണ്. മധുരമായിട്ടിരിക്കത്രേ. ദുഃഖം കൊണ്ട് കണ്ണീര് വീഴുമ്പോ ഉപ്പ് രുചിയാണ്, അതിന് ലവണ രുചിയാണ്. പക്ഷേ ആനന്ദം കൊണ്ട് കണ്ണീര് വീഴുമ്പോൾ അതിന് മാധുര്യമാണ്. കുരുവികള്, ശകുനങ്ങള് മടിയിൽ വന്നിരുന്ന് യാതൊരു ശങ്കയും കൂടാതെ അവരുടെ മടിയിൽ വന്നിരുന്ന് ഈ കണ്ണിന്ന് വീഴുന്ന ആനന്ദാശ്രുവിനെ കുടിക്കണു. മാനുകള് അവരുടെ മേലെ ഉരശി നിൽക്കുന്നു. അസ്മാകം തു മനോരഥോപരചിത പ്രാസാദ വാപീതട തൃഷ്ണ കാനനകേളി കൗതുകജുഷാം ആയുഃപരം ക്ഷീയത്തെ. ഭർതൃഹരി പറയണത് അവരങ്ങനെ ആനന്ദിക്കുമ്പോ നമ്മളെവിടെ മനസ്സുകൊണ്ട് ഒരു ബംഗ്ലാവ് വാങ്ങിച്ച്, മനസ്സുകൊണ്ട് ഒരു കാറ് വാങ്ങിച്ച്, മനസ്സുകൊണ്ട് ഒരു സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കി, മനസ്സുകൊണ്ട് പലതും കെട്ടി ഉണ്ടാക്കി അങ്ങനെ മനസ്സിലെ കാര്യം പോകണം. ആയുഃപരം ക്ഷീയത. സങ്കല്പത്തിൽ തന്നെ ആയുസ് ക്ഷയിച്ചുകൊണ്ടിരിക്കണമെന്നാണ്. അത് വേണം, ഇത് വേണം, അങ്ങനെ വേണം, ഇങ്ങനെ വേണം. ആയുസ് അങ്ങനെ ക്ഷയിച്ചുകൊണ്ടിരിക്കണം. ആയുഃപരം ക്ഷീയതേന. അപ്പോ പലരും ഇങ്ങനെ ആരും അറിയാതെ തന്നെ ഈ ആനന്ദരസത്തില്, ഈ ആനന്ദനിധിയില് സ്വയം തന്നെ ഇല്ലാതാക്കും. വളരെ അപൂർവം പേര്
നമ്മളെപ്പോലെയുള്ളവരുടെയൊക്കെ ഭാഗ്യത്തിനായിട്ട് ഇതൊക്കെ ഇവിടെ വിട്ടുവെച്ചിട്ട് പോയിട്ടുണ്ട്. ഈ അനുഭവത്തിനെ നമുക്ക് അതിന്റെ മാർഗം തന്നിട്ട് പോയിട്ടുണ്ട്, അതിന്റെ രുചി തന്നിട്ട് പോയിട്ടുണ്ട്. ആ രുചിയാണ് ഇതുമാതിരിയുള്ള പ്രകരണ ഗ്രന്ഥങ്ങളിലും അനുഭൂതിയുടെ ഗാനങ്ങളിലും ഒക്കെ നമ്മൾ കാണുന്നത്. അഷ്ടാമലകീയം എന്നാണ് ഇതിന് പ്രസിദ്ധമായ പേര്. പക്ഷേ ഭഗവത്ഗീത എന്നുള്ള പോലെ തന്നെ ഇതും ഒരു ഗീതമാണ്. അതുകൊണ്ടാണ് ഇതിനെ ഹസ്താമലക ഗീതം എന്ന് തന്നെ ആക്കിയത്. ഹസ്താമലകന്റെ പാട്ട്, അനുഭൂതിയുടെ ഗാനം. അതിൽ യുക്തി വിചാരമൊന്നുമില്ല, ചർച്ചയൊന്നുമില്ല, ഫിലോസഫി ഒന്നുമില്ല. സ്വയം അനുഭവിച്ചതിനെ വെറുതെ അങ്ങോട്ട് പാടുക. തന്റെ ഹൃദയത്തിലുള്ള അനുഭൂതിയെ അങ്ങനെ അങ്ങോട്ട് പുറത്തേക്ക് ഒഴുക്കുക. ഉപനിഷത്തൊക്കെ അങ്ങനെയാണ്. ഇതൊക്കെ ഒരു ഉപനിഷത്താണ്. ഉപനിഷത്തുകളൊക്കെ തന്നെ അങ്ങനെയാണ്. അവരനുഭവിച്ചു, അവരങ്ങനെ പറയും. അതിന് ലോജിക്കൊന്നും അവർ പറയില്ല, യുക്തിയൊന്നും അവർ പറയില്ല. നമ്മളെ ബുദ്ധിമുട്ടിക്കൊന്നുമില്ല യുക്തി പറഞ്ഞിട്ട്. ആനന്ദമായിട്ട് അവരനുഭവിക്കുന്ന സത്യത്തിനെ പുറത്തേക്ക് വിളിച്ചു പറയും, അത്രയേ ഉള്ളൂ. അതുമാതിരിയാണ് ഈ പുസ്തകവും അഷ്ടാമലകീയം. അഷ്ടാമലകൻ എന്ന് പറയുന്ന ബാലൻ, ഒരു യുവാവ്, കൊച്ചുകുട്ടി, യുവാവെന്ന് പറയാൻ വയ്യ, ഒരു 10-12 വയസ്സ് 13 വയസ്സേ ആയിട്ടുള്ളൂ. ആ കുട്ടിയുടെ അനുഭവഗാനമാണ് ഇത് അഷ്ടാമലകീയം. ശങ്കരാചാര്യസ്വാമികള് ഭാരതം മുഴുവൻ നടന്ന് ദിഗ്വിജയം ചെയ്യുന്ന കാലം എത്രയോ പേർക്ക് തത്വോപദേശം ചെയ്തുകൊണ്ടും മാർഗദർശനം ചെയ്തുകൊണ്ടും നടക്കുന്ന കാലം. ഇന്നലെ നമ്മൾ പറഞ്ഞല്ലോ, ദേശികൻ എന്നാണ്. ഗുരു എന്തിനാണെന്ന് ചോദിച്ചാൽ, വാസ്തവത്തില് ഗുരുവിന്റെ ആവശ്യം ഒരാൾക്ക് ഒരു മന്ത്രം ഉപദേശിച്ചു കൊടുക്കാനോ അല്ലെങ്കിൽ ഇങ്ങനെ സാധന ചെയ്യൂ എന്ന് പറയാനോ ഒന്നുമല്ല. അതൊക്കെ നഴ്സറി ക്ലാസ്. ശങ്കരാചാര്യരെ പോലെയുള്ള ഗുരുക്കന്മാർ അതൊന്നും പറയില്ല. രമണ മഹർഷിയെ പോലെയുള്ള ഗുരുക്കന്മാർ അതൊന്നും പറയില്ല. നിങ്ങൾ ഇന്നത് ചെയ്യൂ എന്നത് ചെയ്യൂ, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അവർ പറയില്ല. അവരൊക്കെ ദേശികന്മാരാണ്. എന്തിനു വേണ്ടിയാണ് അവരെന്ന് ചോദിച്ചാൽ, ഈ അഷ്ടാമലകനെ പോലെയുള്ളവരുണ്ടാവും, സ്വയം അനുഭവിച്ചവർ. ആ അനുഭവിച്ചവരോട് നീ അനുഭവിച്ചിരിക്കണു എന്ന് പറയാനാണ് ഇവരൊക്കെ. ഒരു കൺഫർമേഷൻ. ഈ ടീച്ചേഴ്സൊക്കെ തന്നെ ഇവര് ടീച്ചേഴ്സ് അല്ല, ഇവരൊക്കെ ആചാര്യപുരുഷന്മാര്, അനുഭൂതിമാന്മാരായ മുക്തപുരുഷന്മാർ. ഇവരൊക്കെ തന്നെ എന്തിനാണെന്ന് വെച്ചാൽ, എവിടെയെങ്കിലുമൊക്കെ അനേക ജീവന്മാർ ഈ സത്യത്തിനെ അല്പാൽപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. അവരെ കണ്ട് ഈ ആചാര്യന്മാരെ നീ അനുഭവിച്ചിരിക്കണു എന്ന് പറഞ്ഞാൽ അവരുടെ അനുഭൂതി പൂർണ്ണമാവും. അവരുടെ അനുഭവം പൂർണ്ണമാവും. അതിനാണ് ശങ്കരാചാര്യരെ പോലെയുള്ളവരൊക്കെ. അങ്ങനെ ശങ്കരാചാര്യസ്വാമികൾ ഭാരതം മുഴുവൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു, നടന്ന്. എന്തിനാണ്? നമ്മളതും ആലോചിച്ച് നോക്കണം. ശങ്കരാചാര്യർക്ക് ലോകം മുഴുവൻ നടന്നിട്ട് ഇന്നത്തെ പോലെ പ്ലെയിനിലൊന്നും പോകാൻ പറ്റില്ല, കാറിലൊന്നും പോകാൻ പറ്റില്ല, ബസ്സിലൊന്നും യാത്ര ചെയ്യാൻ പറ്റില്ല, ഒരു വണ്ടിയിൽ, കാളവണ്ടിയിൽ പോലും കയറില്ല അവരൊന്നും. കാരണം സന്യാസികള് അഹിംസ മുഖ്യധർമ്മമായതുകൊണ്ട് ഒരു ജീവി, കാള ഓടിക്കുന്ന വണ്ടിയിലും കയറില്ല, കയറാൻ പാടില്ല എന്ന് പറഞ്ഞു. അങ്ങനെയുള്ളപ്പോ ഭാരതം മുഴുവൻ നടന്ന് 2 പ്രാവശ്യം 3 പ്രാവശ്യം പല സ്ഥലങ്ങളിലും ചെന്നിട്ടുണ്ട്. അങ്ങനെ നടന്ന് ഇത്രയൊക്കെ തന്നെ പ്രവൃത്തി, അതും 32 വയസ്സിനുള്ളിൽ ചെയ്തു എന്ന് വെച്ചാൽ അതിന്റെ ആവശ്യം എന്താണ്? ഒരേ ഒരു കാര്യമേ പറയാൻ പറ്റൂ, അവര് വെറും ഒരു യന്ത്രം. അവരെ കൊണ്ട് ഏതോ ഒരു മഹാശക്തി ഇതൊക്കെ ചെയ്യിപ്പിച്ചു. അവര് കോൺഷ്യസ് ആയിട്ടല്ല ഇത്രയും പ്രവർത്തിച്ചത്. കോൺഷ്യസ് ആയിട്ട് ചെയ്യാൻ പറ്റില്ല വലിയ വലിയ കാര്യങ്ങൾ. കോൺഷ്യസ് ആയിട്ട് ചെയ്താൽ കുറച്ച് ചെയ്യുമ്പോഴേക്കും തളരും, ക്ഷീണിക്കും, മതിയാവും, നമ്മളുടെ മനസ്സ് തന്നെ ബോറടിക്കും. ഇതൊക്കെ മനുഷ്യ സ്വഭാവമാണ്. കോൺഷ്യസ് ആയിട്ട് എന്ത് ചെയ്താലും
അതൊക്കെ തന്നെ കുറെ കഴിയുമ്പം നിൽക്കും. പക്ഷേ ഇവരൊക്കെ വെറും യന്ത്രം. ഇവരിലൂടെ ജ്ഞാനികളൊക്കെ തന്നെ യന്ത്രമാണ്. ജ്ഞാനികളൊക്കെ തന്നെ അവർക്കായിട്ടൊരു അഹങ്കാരമില്ല, ഒരു കർത്തൃത്വമില്ല, എന്തെങ്കിലും ചെയ്യണമെന്നില്ല, ഇന്ന സ്ഥലത്തേക്ക് പോകണമെന്നില്ല, ഇന്ന സ്ഥലത്തേക്ക് പോവാൻ പാടില്ല എന്നില്ല. അവരെ വെച്ചുകൊണ്ട് ഒരു ശക്തി ഇങ്ങനെ ചലിപ്പിച്ചുകൊണ്ടിരിക്കണം പല സ്ഥലങ്ങളിലേക്കും പലരുടെ അടുത്തേക്കും അങ്ങനെ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ആ ശക്തിക്ക് വഴങ്ങിക്കൊടുത്ത് അവിടെ തന്റേതെന്നൊന്നില്ല. ഭഗവാൻ രമണ മഹർഷിയുടെ ഒരു വാക്കാണ് ഉൻ ഇഷ്ടം എൻ ഇഷ്ടം. അരുണാചലത്തിനോട് ഭഗവാനോട് പറയുന്ന വാക്കാണ്, ഭഗവാനെ ഉன்னுடைய இஷ்டம் என்னோட இஷ்டம், என்னோட இஷ்டம்னு ஒண்ணு கிடையாது, என்னோட இஷ்டம்னு இருக்கிற மட்டும் அகங்காரம், உன்னோட இஷ்டத்துக்கு என்னோட இஷ்டம் அடக்கம். அப்படி இருக்கிறத யந்திரம் யந்திரிங்கிற பாவம். அவன் தான். இனி என்னோட இஷ்டம்னு ஒண்ணு கிடையாது, நான் ஒண்ணு கிடையாது, என்னோட இஷ்டம் என்னோட ப்ரிஃபரன்ஸ் அதெல்லாம் கிடையாது. பரிபூர்ணமா வழங்கி கொடுத்தாச்சு. அப்ப அந்த சக்தி அப்படியே எங்கெங்க கொண்டு போறதோ, எங்கெங்க என்னென்ன பண்ண வைக்கிறதோ, யாரு யாருக்கிட்ட கூட்டின்னு போறதோ அப்படியே நயிச்சுட்டே இருக்கு. ഒരു ഉണങ്ങിയ ഇല കാറ്റിൽ പറന്നു പോണ പോലെയാണ് മുക്തപുരുഷന്മാരുടെ യാത്ര. യാദൃച്ഛികോ മുനി, ഭാഗവതം പറയുന്ന ഒരു വാക്കാണ്. അവരൊക്കെ യാദൃച്ഛികന്മാരാണ്. ഇന്ന സ്ഥലത്ത് പോണെന്ന് പോലും ഇല്ല, അങ്ങനെ അങ്ങോട്ട് ആ പ്രാരബ്ധ വായു എങ്ങോട്ടൊക്കെ കൂട്ടിക്കൊണ്ടുപോകണമോ അങ്ങോട്ടൊക്കെ പോയിക്കൊണ്ടിരിക്കും. അങ്ങനെ ശങ്കരാചാര്യ സ്വാമികൾ കർണാടക ദേശത്തില് ശ്രീവേലി എന്ന ഗ്രാമത്തിലേക്ക് വന്നു. അവിടെ വന്ന് അനേകം പണ്ഡിതന്മാരുണ്ടായിരുന്നു ആ ഗ്രാമത്തില്. അഗ്നിഹോത്രം അനുഷ്ഠിക്കുന്ന 2000 ബ്രാഹ്മണരുണ്ടായിരുന്നു അത്രയും ആ ഗ്രാമത്തില്. അവിടെ കർമ്മശുദ്ധിയുള്ള ബ്രാഹ്മണരുള്ള ഗ്രാമം. ആ കർമ്മശുദ്ധിയുള്ള ആ ഗ്രാമത്തില് പ്രഭാകരൻ എന്നൊരു ബ്രാഹ്മണൻ. ആ പ്രഭാകരന്റെ കുട്ടിയാണ് ഈ ഹസ്താമലകൻ. പ്രഭാകരന് ഈ കുഞ്ഞ് ജനിച്ചത് മുതൽ കുറച്ചു ദിവസം കഴിഞ്ഞും ഈ കുട്ടിയുടെ വളർച്ചയൊക്കെ നോക്കുമ്പോൾ യാതൊരു വികാരങ്ങളും ഇല്ല. 1 വയസ്സായി 2 വയസ്സായി പിടിച്ചിരുത്തിയാൽ അങ്ങനെ ഇരിക്കും. ആഹാരം കൊടുത്താൽ കഴിക്കും. യാതൊരു വികാര പ്രകടനങ്ങളൊന്നുമില്ല. പക്ഷെ വളരെ ശാന്തം. അച്ഛനും അമ്മയ്ക്കും എന്തെങ്കിലുമൊക്കെ വിഷമമുണ്ടെങ്കിൽ ഈ കുട്ടിയുടെ അടുത്ത് പോയിരുന്ന ആ വിഷമമൊക്കെ പോകും. മനസ്സിന് നല്ല സമാധാനം. പക്ഷെ ഈ കുട്ടിയില് യാതൊരു റിയാക്ഷൻസും കാണാനില്ല. സെൻസിറ്റീവ് അല്ലാത്ത പോലെ തോന്നുക. അങ്ങനെ ഈ കുട്ടി വളർന്നു വരും തോറും ഇവർക്ക് വിഷമവും അധികമായി. ഇങ്ങനെയൊരു കുട്ടി ഇത് മെന്റലി റിട്ടാർഡഡ് ആണോ അഥവാ ഞരമ്പുകൾക്ക് വല്ല കുഴപ്പമാണോ എന്താണോ ഒന്നും പിടികിട്ടാതെ അനേകം വൈദ്യന്മാരെ കാണിച്ചു, അനേക ആളുകളെ കാണിച്ചു. ഇവരൊക്കെ പലരും പറഞ്ഞു, ചിലർ ഞങ്ങൾക്ക് അറിയില്ല എന്ന് പറഞ്ഞു, ചിലർ പറഞ്ഞു ഞങ്ങൾ നോക്കിയിട്ട് ഈ കുട്ടിക്ക് കുഴപ്പമൊന്നും കാണാനില്ല, നാവൊക്കെ നന്നായിട്ടുണ്ട്, എന്താ ഇങ്ങനെ ഇരിക്കണത് എന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് അറിയില്ല എന്ന് ചിലർ പറഞ്ഞു. അങ്ങനെ മടുത്തിട്ടിരിക്കുകയാണ്. കുട്ടിക്കാണെങ്കിൽ 13 വയസ്സായി. പക്ഷേ ശരീരത്തിന് അംഗങ്ങൾക്കൊന്നും കുഴപ്പമില്ല. നടക്കും, ഇരിക്കും, ഒക്കെ ചെയ്യും. മിണ്ടില്ല, വികാരം പ്രകടിപ്പിക്കില്ല, വർത്തമാനം പറയില്ല, യാതൊന്നുമില്ല. നിശ്ചലമായ ദൃഷ്ടി, ശാന്തമായ ദൃഷ്ടി, ശാന്തമായ അവസ്ഥ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ശങ്കരാചാര്യസ്വാമികൾ ആ ഗ്രാമത്തിലേക്ക് വരുന്നത്. പലരും പറഞ്ഞു ഈ കുഞ്ഞിനെ ആചാര്യസ്വാമികളോട് കൊണ്ടുപോയി കാണിക്കാം.
ശങ്കരാചാര്യസ്വാമികളുടെ സാന്നിധ്യത്തില് ഈ കുട്ടിയുടെ ഈ മൗഢ്യത മാറിക്കിട്ടുമോ എന്ന് ആശിച്ചുകൊണ്ട് ഈ അച്ഛനും അമ്മയും ഈ കുഞ്ഞിനെ കൊണ്ടുപോയി ആചാര്യരുടെ മുമ്പിൽ കൊണ്ടുപോയി ഇരുത്തി അവര് വീണ്ടും നമസ്കരിച്ചുകൊണ്ട് പറഞ്ഞു, ഭഗവൻ, ദാ ഈ കുഞ്ഞിങ്ങനെയാണ്, ജനിച്ചത് മുതൽ ഇങ്ങനെ ജഡം പോലെ മൂകനെ പോലെ ഇങ്ങനെ ഇരിക്കണു, വികാരപ്രകടനങ്ങളൊന്നുമില്ല, ഞങ്ങൾ എന്തൊക്കെയോ ചെയ്തു നോക്കിയോ ഒരു രക്ഷയില്ല, ഞങ്ങൾക്കുള്ള ഈ ഒരേ ഒരു കുഞ്ഞ്, ഈ കുഞ്ഞിനെ അങ്ങ് അനുഗ്രഹം ചെയ്യണം, ആശീർവദിക്കണം എന്നൊക്കെ പ്രാർത്ഥിച്ചു. ആ കുട്ടിയെ കണ്ടതോടുകൂടെ ശങ്കരാചാര്യർക്കും വലിയ സന്തോഷം, ആനന്ദം. ആ കുട്ടിയാണെങ്കിൽ ആചാര്യരുടെ മുഖത്തേക്ക് നോക്കും, പക്ഷെ എവിടെയും നോക്കണില്ല എന്നുള്ള മട്ടാണ്. എവിടെയോ നിശ്ചലമായി ഒരു വേക്കൻറ്റ് ലുക്ക്. അങ്ങനെ ഉണ്ടാവും അത്രേ. വേദം തന്നെ പറയണത് അങ്ങനെയാണ്. ജ്ഞാനികളുടെ ദൃഷ്ടി തദ്വിഷ്ണോഹ പരമം പദം സദാ പശ്യന്തി സൂരയഃ ദിവീവ ചക്ഷുരാതതം. ആകാശത്തിൽ എന്ന പോലെ ദൃഷ്ടി, പക്ഷേ ദൃഷ്ടി വേറെ എവിടെയോ ഉള്ളിലാണ്. പുറമേക്ക് കണ്ണു തുറന്നിരിക്കുമ്പോ ശൂന്യതയിൽ എന്ന പോലെ ദൃഷ്ടി. അങ്ങനെയാണ് ഈ കുട്ടിയുടെ ഇരുപ്പ്. ആചാര്യസ്വാമികൾ ആ കുട്ടിയുടെ കൈ പിടിച്ചുകൊണ്ട് കുറേ നേരം നോക്കിയിരുന്നു. ലക്ഷണങ്ങളൊക്കെ നോക്കിയപ്പോ മനസ്സിലായി, ചിലരൊക്കെ വീട്ടില് മറ്റുള്ളവർ വന്ന് ഡിസ്റ്റർബ് ചെയ്യാതിരിക്കാൻ വേണ്ടി ഉമ്മർത്ത് പൂട്ടിയിട്ട് ഉള്ളിലിരിക്കും, അല്ലേ? പക്ഷേ സൂക്ഷിച്ചു നോക്കിയാൽ കണ്ടുപിടിക്കാം ഉള്ളിൽ ആളുണ്ടോ ഇല്ലയോ എന്ന്. വെറുതെ പുറമേക്ക് ഡിസ്റ്റർബൻസ് ഇല്ലാതിരിക്കാൻ പൂട്ടിട്ടിരിക്കുക. അതുപോലെയാണ് ഈ ബാലനും. പുറമേക്ക് ഒരു പൂട്ടിട്ടിരിക്കുകയാണ്, മൂകനെ പോലെ ഉന്മത്ത ജഡാന്ത ബധിര മൂകാകൃതി. ഭാഗവതം പറയണത് ജ്ഞാനികൾ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ നടക്കും അത്രേ, ആളുകൾ അടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ജഡഭരതൻ അങ്ങനെ നടന്ന ആളാണ്. ആരും അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് അവിവൃതശരാമി എന്നാണ് പറയുന്നത്. എന്നെ പുറമേക്ക് കാണിക്കാതെ ജനസംഗാദസംഗോ വിശങ്കമാനോ അവിവൃതശരാമി. രഘുഗണൻ രാജാവിനോട് അവസാനമായിട്ട് പറഞ്ഞു, ജനങ്ങളുമായിട്ടൊന്നും സംഘം കൂടാതെ വിശങ്കമാനഹ, എവിടെയെങ്കിലും ആരെങ്കിലും ഒക്കെ തന്നെ കണ്ടുപിടിച്ചു കളയോ എന്ന് പേടിച്ചുകൊണ്ട് അവിവൃതശരാമി, പുറമേക്ക് തുറന്നു കാണിക്കാതെ അങ്ങനെ ചരിക്കുകയാണെന്നാണ്. അപ്പൊ ഈ കുഞ്ഞിനെയും അതാണെന്ന് മനസ്സിലായി. അപ്പൊ ആ കുട്ടിയോട് ചോദിക്കുകയാണ്, ഹേ യാത്രിക, താൻ എവിടുന്നാ വരുന്നത്? തനിക്ക് എവിടേക്കാ പോണ്ടത്? വല്ലതും ഓർമ്മയുണ്ടോ? കുഞ്ഞേ, തന്നെ കാണുമ്പോ എനിക്ക് തോന്നുന്നു താനൊരു ആഗന്തുകനാണ്, ഇങ്ങോട്ടോ ഉള്ള പോക്കാണത്. എവിടുന്നോ വരണു, വല്ലതും ഓർമ്മയുണ്ടോ? തന്റെ ഗൃഹം ഏതാണ്? താൻ എങ്ങോട്ടേക്കാ പോണത്? തന്റെ യഥാർത്ഥ സ്വരൂപം എന്താണ്? താൻ ആരാണ്? താൻ എന്തിനാ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്? വല്ലതും ഓർമ്മയുണ്ടോ? കസ്ത്വം ശിശോ കസ്യ കുതോസി ഗന്ത കിം നാമതേ ത്വം കുത ആഗതോസി ഏതന്മയോക്തം വദചാർഭഗത്വം മത്പ്രീതയേ പ്രീതി വിവർദ്ധനോസി. കുഞ്ഞെ, തന്നെ കാണുമ്പോ എനിക്ക് പ്രീതി ഉണ്ടാവുന്നു, ആനന്ദം ഉണ്ടാവുന്നു. മത്പ്രീതയെ, എന്റെ പ്രീതിക്കായിക്കൊണ്ട് കുഞ്ഞെ പറയൂ. കസ്ത്വം ശിശോ, ഹേ ശിശുവേ, താനൊരു ശിശുവാണ്. പുറമേക്ക് കസ്ത്വം, താൻ ആരാണ്? കുതഹ ആഗതഃ അസി, താൻ എവിടുന്നാണ് വരുന്നത്? പലതും ഓർമ്മയുണ്ടോ? കിം തേ നാമ, തന്റെ പേരെന്താണ്? ഇതൊക്കെ തന്നെ പുറമേക്ക് ചോദിക്കണ പോലെയുള്ള ചോദ്യങ്ങളാണ്, ഉള്ളിലുള്ളതിനെ ഉണർത്താണ്. കിം തേ നാമ, കസ്ത്വം ശിശോ കസ്യ, താൻ ആരുടെ പുത്രനാ? താൻ ആരുടെ സ്വന്തക്കാരനാ? കുതോസി ഗന്താ കിം നാമതേ ത്വം കുത ആഗതോസി
ഏതൻ മയോക്തം വദചാർഭകത്വം. അർഭകൻ എന്ന് വെച്ചാൽ കൊച്ചുകുട്ടി എന്നർത്ഥം. മത്പ്രീതയേ പ്രീതി വിവർദ്ധനോസി. പറയൂ എന്ന് പലമുറ ചോദിച്ചപ്പോ ഈ കുട്ടി ആദ്യമായിട്ടൊന്ന് നോക്കി. കോളിംഗ് ബെല്ല് കുറേ നേരം അടിച്ചാൽ ജനലിൽ കൂടെ ഇങ്ങനെ എത്തി നോക്കണ പോലെ ആചാര്യസ്വാമികളുടെ ഈ ചോദ്യം ഒരു കോളിംഗ് ബെൽ പോലെയാണ്. ഉള്ളിലിരിക്കുന്ന ആളെ അങ്ങോട്ട് വിളിച്ചു പുറമേക്ക്. അപ്പോഴാണ് ആ കണ്ണിലൂടെ ഒന്ന് പുറമേക്ക് ദൃഷ്ടി ഒന്ന് വീണത്. തന്റെ മുമ്പിലിരിക്കുന്ന ആളെ ഒന്ന് നോക്കി. മുമ്പിലിരിക്കുന്ന ആളെ ഒന്ന് നോക്കിയപ്പോ ആദ്യമായിട്ട് വായി തുറന്നു. ഇത്രനാളും മിണ്ടാതിരുന്ന ആള് ആദ്യമായി വായി തുറന്നു. നാഹം മനുഷ്യോ നച ദേവയക്ഷോ ന ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യശൂദ്രാഃ ന ബ്രഹ്മചാരീ ന ഗൃഹീവനസ്ഥോ ഭിക്ഷുർന ചാഹം നിജബോധരൂപഃ. നാഹം മനുഷ്യോ ന ച ദേവയക്ഷോ ന ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യശൂദ്രാഃ ന ബ്രഹ്മചാരീ ന ഗൃഹീവനസ്ഥോ ഭിക്ഷുർന ചാഹം നിജബോധരൂപഃ. ഇത്ര കാലം മിണ്ടാതിരുന്ന ആ കുഞ്ഞ് അതിഗംഭീരമായിട്ട് പറഞ്ഞു, നാഹം മനുഷ്യ ന ച ദേവയക്ഷൗ ന ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്ര. ഇതൊന്നും ഞാനല്ല. ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്രാഃ ന ബ്രഹ്മചാരി, ഞാനൊരു ബ്രഹ്മചാരിയല്ല. ന ഗൃഹി, ഞാനൊരു ഗൃഹസ്ഥനല്ല. ന ഭിക്ഷു, ഞാനൊരു ഭിക്ഷു സന്യാസിയുമല്ല. പിന്നെ ആരാണ്? നിജബോധരൂപ, ഞാൻ ശുദ്ധമായ ബോധസ്വരൂപമായ ആത്മാവാണ്. ശുദ്ധമായ ബോധവസ്തുവാണ് ഞാൻ. ഞാൻ ശരീരമോ മനസ്സോ ഒന്നുമല്ല. ഭാഗവതത്തിൽ ഇതുപോലെയാണ് ജഡഭരതൻ ആദ്യമായിട്ട് രഘുഗണനോട് പറയണത്. അതേപോലെയാണ് ഇവിടെയും. രഘുഗണൻ അവിടെ കുറച്ച് അഹങ്കാരത്തോടുകൂടെ ചോദിച്ചു. ഇവിടെ ആചാര്യസ്വാമികൾ ആ കുഞ്ഞിനെ ഉണർത്താണ് ചെയ്തത്. ഉണർത്തി താൻ ആരാണെന്ന് ചോദിച്ചപ്പോ നാഹം മനുഷ്യ, ഞാൻ മനുഷ്യനല്ല. മനുഷ്യൻ എന്ന് പറയുന്നത് ഈ ശരീരത്തിനെയാണ്. ഈ ശരീരം തന്നെ ഞാനല്ല. അങ്ങനെയുള്ളപ്പോ ബാക്കിയൊക്കെ ഭേദങ്ങൾ, എല്ലാ ഭേദങ്ങളും പോയി. ദേവനോ യക്ഷൻ ഗന്ധർവൻ ഒന്നും ഞാനല്ല. ബ്രഹ്മചാരി ഗൃഹസ്ഥൻ ഇതൊക്കെ തന്നെ ബോണ്ടേജ് ആണെന്നാണ്. ഇതൊക്കെ തന്നെ ബന്ധമാണ്. ഞാൻ ബ്രഹ്മചാരിയുമല്ല, ഗൃഹസ്ഥനുമല്ല, വാനപ്രസ്ഥനുമല്ല, സന്യാസിയുമല്ല. ഇതൊക്കെ തന്നെ ബന്ധമാണ്. ഇതൊക്കെ തന്നെ ശരീരത്തിനെ കണ്ടിട്ടാണല്ലോ ഒരാളെ ബ്രഹ്മചാരിയെന്നോ ഗൃഹസ്ഥൻ എന്നോ സന്യാസി എന്നൊക്കെ വിളിക്കുന്നത്. ഈ ശരീരമേ ഞാനല്ല. പിന്നെ ആരാണ്? ശരീരമോ മനസ്സോ ബുദ്ധിയോ ഒന്നും തന്നെ ഞാനല്ല. ഇതിനൊക്കെ പുറകിലിരുന്നു കൊണ്ട് ഇതിനെയൊക്കെ പ്രകാശിപ്പിക്കുന്ന നിജബോധരൂപ. നിജബോധരൂപം എന്ന് വെച്ചാൽ ഉള്ളിൽ പ്രകാശിക്കുന്ന ശുദ്ധമായ ബോധസ്ഫൂർത്തി, പരിപൂർണ സച്ചിദാനന്ദമായ വസ്തു. ആ ബോധമയമായ വസ്തുവാണ് ഞാൻ. എനിക്ക് ശരീരമില്ല, മനസ്സില്ല, ബുദ്ധിയില്ല. അനന്തമായ ബോധവസ്തു. ആ ബോധത്തിന് മേലുള്ള ആരോപണങ്ങളാണ് ശരീരം, മനസ്സൊക്കെ തന്നെ. അതിൽ വേറെ ആരോപണങ്ങളാണ്. ശരീരം എന്നൊരു ആരോപണം പ്രകൃതി. പ്രകൃതിയുടെ ആരോപണമാണ് ശരീരം. അതിൽ അജ്ഞാനത്തിന്റെ മറ്റ് ആരോപണങ്ങളാണ് മനുഷ്യൻ, ദേവൻ, യക്ഷൻ, ഗന്ധർവൻ, ബ്രഹ്മചാരി, ഗൃഹസ്ഥൻ, വാനപ്രസ്ഥൻ, സന്യാസി എന്നൊക്കെ പറഞ്ഞു. അതിൽ ഇനിയും കൂടുതൽ ആരോപണങ്ങളാണ്. ഞാൻ എഞ്ചിനീയറാണോ, ഡോക്ടറാണോ, പഞ്ചായത്ത് പ്രസിഡന്റാണോ, പ്രൈം മിനിസ്റ്ററാണ്, ചീഫ് മിനിസ്റ്ററാണ്, ഭാര്യയാണോ, ഭർത്താവാണോ, എത്ര ആരോപണങ്ങൾ, അനേകം, ഒന്നിനു മേലെ ഒന്നിനു മേലെ. ഇതൊക്കെ തന്നെ നമ്മളെ അങ്ങനെ ഇട്ട് ഇംപ്രിസൺമെന്റ്, ഒരു പ്രിസന്റെ ഉള്ളിൽ, ഒരു ജയിലിന്റെ ഉള്ളിൽ ഇടണ പോലെ എങ്ങനെ ഇട്ട് അമർത്തി വെച്ചിരിക്കുകയാണ്. ഇതൊന്നും തന്നെ ഞാനല്ല, നിജബോധസ്വരൂപമായ ആത്മാവാണ് എന്നാണ് ഇവിടെ അസ്താമലകൻ
ഗംഭീരമായിട്ട് സ്വാനുഭവത്തിൽ നിന്നും പ്രൗഢഗംഭീരമായിട്ട് പറയണത് ഇത് മേൽക്കൊണ്ടുള്ളത് നമ്മൾ നാളെ കാണാം. സർവേപി സുഖിനഃ സന്തു സർവേ സന്തു നിരാമയാഃ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത് യതോ മമാത്മാ ഭവസി ത്വമേവ തതോ ന വാച്യം മമ കിഞ്ചിദസ്തി യഥാ തവേഷ്ടം കുരു മാം തഥൈവ ത്വാം ആത്മനാഥം രമണം ഭജാമി.